സിലും സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം, പതഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം. ഇപ്പോൾ നമ്മുടെ തിയേറ്ററിലൊക്കെ കൊച്ചി കാർണിവൽ തീർത്തിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. നമ്മുടെ വെരി ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജ്. ഛോട്ടാ മുംബൈ റിലീസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേർക്കോ ഫാമിലിക്കോ ഒന്നും ഇഷ്ടപ്പെടില്ലായിരിക്കും. ഇത്രയും വർക്ക് ആവും എന്ന് ഒരിക്കലും ഇത്ര എന്നിട്ട് വർക്കായി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു തോന്നുന്നു? ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. കാരണം ആ സമയത്തുണ്ടായിരുന്നതിനേക്കാളും വെൽക്കമിങ് എന്ന് പറഞ്ഞ പോലെ സെലിബ്രേഷനാണ്. ഛോട്ടാ മുംബൈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സിനിമയിലെ നായകനും സിനിമയിലെ വില്ലനും ലാസ്റ്റ് കണ്ടുകൂട്ടണം മാത്രമല്ല ഡയലോഗും ഇല്ല. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ സമയത്ത് നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചായിരുന്നത്? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ലേ? നമ്മളങ്ങനെ ഒരു മിണ്ടിയിട്ടില്ല എന്നുള്ള കാര്യം ക്ലബ് എഫ്എമ്മിൽ വന്നപ്പോഴാണ്. ഓ എനിക്ക് ഈ ഛോട്ടാ മുംബൈയിൽ കണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കരയാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു ഇമോഷണൽ സീനായിരിക്കും, അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു കോമഡി, ഒരു അത്ര വലിയൊരു ട്രാൻസിഷൻ. അല്ല, അത് ഓൾറെഡി സ്ക്രിപ്റ്റിൽ അത്തരം കാര്യങ്ങൾ ഇത് ഉണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. നമ്മൾ ഓരോ സീനും ഒരു പെർട്ടിക്കുലർ ഇമോഷനിൽ ലോക്ക് ചെയ്യില്ല, ഒരു പുഷ് ആൻഡ് പുൾ. മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ ഒപ്പം സഞ്ചരിച്ചാൽ മതി. പ്രത്യേകിച്ച് വലിയൊരു പ്രിപ്പറേഷൻ ഒന്നും കാര്യമില്ല. ജസ്റ്റ് ട്രാവൽ വിത്ത് ദ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ്.